നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരോട് വന്ന് ചോദിക്കുകയുണ്ടായി, ഒരു മഠത്തിലെ വിഷ്ണുമായനെ വെച്ച് ആരാധിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ആ മഠത്തിലെ വിഷ്ണുമായെ വെച്ച് ആരാധിക്കുമ്പോൾ സ്വന്തം തറവാട്ട് മഠപതി സ്ഥാനത്തെ വിഷ്ണുമായയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് ചോദിച്ചിട്ട് പറയണ്ടായി. സ്വന്തം മഠപതി സ്ഥാനത്തെ വിഷ്ണുമായെ എപ്പോഴും പോയി കാണാനും പ്രാർത്ഥിക്കാനും വിളക്ക് തെളിയിക്കാനൊക്കെ നമുക്ക് സമയം കണ്ടെത്തണം, നമ്മളത് ചെയ്യുകയുമാണ്. പിന്നെ ഓരോ മഠത്തിലെ വിഷ്ണുമായ എന്ന് പറഞ്ഞിട്ടൊരു വിഷ്ണുമായി ഇല്ല. നമ്മളത് പേരിടുമ്പോൾ, മഠത്തിന് പേരിടുമ്പോൾ ഇന്ന മഠത്തിലെ വിഷ്ണുമായ മഠം, ഇപ്പോൾ നമ്മുടെ കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് മഠങ്ങളുണ്ട്. അവിടത്തേക്കും സ്വാമിക്ക് അങ്ങനെ ഒരു വിഭാഗീയത ഇല്ല. സ്വാമി എപ്പോഴും ഒന്ന് തന്നെയാണ്. വിഷ്ണുമായും കരിങ്കുട്ടിയൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മഠത്തിൻ്റെ പേരിൽ വിവേചനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നാളെ ഒരാൾ വന്ന് ചോദിച്ചു, ഇന്ന മഠത്തിലെ വിഷ്ണുമായില്ലേ ഇവിടെ ഇരിക്കുന്നത്, അപ്പോൾ മറ്റേ വിഷ്ണുമായിക്ക് ആ മഠത്തിലെ വിഷ്ണുമായിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥാനത്തെ വിഷ്ണുമായിക്ക് തടസ്സമുണ്ടാവും? വിഷ്ണുമായിക്ക് അങ്ങനെ വിഭാഗീയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരേ വിഷ്ണുമായ സ്വാമി തന്നെയാണ് ഇരിക്കുന്നത്. അത് പല രീതിയിലുള്ള കർമ്മങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതൊക്കെ ഉപാസകന്മാരുടെ അറിവ് വെച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുക. അപ്പോൾ സ്വാമിയെല്ലാം ഒന്ന് തന്നെയാണ്. ധർമ്മിഷ്ഠനാണ്, സത്യസന്ധനായ ഭഗവാൻ വിഷ്ണുമായ മഹാദേവപുത്രൻ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓരോ മഠത്തിൻ്റെ പേരിൽ വിഭാഗീയതയില്ല. സ്വാമിയെല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് സ്വാമിയുടെ ഭക്തജനങ്ങൾക്കൊരു അറിവായിട്ടിരിക്കട്ടെ. സ്വാമിയുടെ ഭക്തജനങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.